എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ? അങ്ങനെ നാളത്തെ പ്രൊമോ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന ശേഖരനെ പഞ്ഞിക്കിടുന്നുണ്ട് കമല. അതിന്റെ കുറച്ച് വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നവീനും ധ്രുവനും ചേർന്ന പുതിയ പ്ലാനൊക്കെ തയ്യാറാക്കുന്നുണ്ട് ശങ്കറിനെ ഗൗരിനെ വകവരുത്താനൊക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടത് ഗൗരിയും കൂട്ടി ശങ്കർ ഭയങ്കര സന്തോഷത്തോടു കൂടിയാ വീട്ടിലേക്ക് കയറി വരുന്നത്. ഗൗരീനെ എൻട്രൻസ് കോച്ചിങ്ങിന് ചേർക്കുകയും ചെയ്തു. പക്ഷേങ്കിൽ അതൊന്നും മഹാദേവന് തങ്കച്ചിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഗൗരി പഠിച്ചൊരു വക്കീലാവെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ്. അവൾ ഒരിക്കലും പഠിക്കരുത്, അവൾ ഈ അടുക്കള കിടന്ന് കഷ്ടപ്പെടണം, അതാണ് തങ്കച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. തങ്കച്ചി പറഞ്ഞു, അവള് പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിലേ ഈ അടുക്കള ജോലികളൊക്കെ എന്നെ കൂടെ ചെയ്യാൻ പറ്റുമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. തങ്കച്ചിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേങ്കിൽ ശങ്കർ ഒന്നും മൈൻഡ് ചെയ്തു പോലുമില്ല. ശങ്കർ പറഞ്ഞു, ഞാൻ അധ്വാനിക്കുന്ന പണം കൊണ്ട് ഞാൻ ഗൗരിനെ പഠിപ്പിച്ചോളാം, അതോർത്തിന് ഇപ്പൊ ആരും വിഷമിക്കേണ്ട. ചാരങ്ങാട്ട് വീട്ടിലെ ഒരു പൈസ പോലും എനിക്ക് വേണ്ട എന്റെ ഗൗരിനെ പഠിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം നവീനും ധ്രുവനും കൂടെ കണ്ടുമുട്ടുവാണ്. അപ്പൊ ധ്രുവനാണ് ആകെപ്പാടെ നല്ല കലിപ്പില. എത്രയും പെട്ടെന്ന് ശങ്കരനിട്ട് ഒരു പണി കൊടുക്കണം, അത് മാത്രമാണ് ധ്രുവന്റെ മനസ്സിലെ പ്ലാന്. ഈ സമയത്താണ് നവീൻ അങ്ങോട്ട് വരുന്നത്. നവീൻ വന്നിട്ട് നല്ല മച്ചാൻ കട്ട കലിപ്പിലാണല്ലോ പറയാം. എനിക്ക് അവനെ കൈ കിട്ടണം, എങ്കിൽ മാത്രം എനിക്കിനി ഒരു സമാധാനം ആവുള്ളൂ പറയാം. ധൈര്യമായിട്ട് ഇരിക്കുക, അതിനുള്ളൊരു വഴിയായിട്ടാണ് ഞാൻ വന്നിരിക്കണേന്ന് പറയാണ്. പിന്നീട് ഒരുത്തനെയും കൂടെ അങ്ങോട്ട് കൊണ്ടുവരുവാണ്. അല്ല ഇതാരാ? ഞാൻ പറഞ്ഞില്ലേ ശങ്കരന്റെ പണി കൊടുക്കാൻ പറ്റിയ ഒരുത്തനാണിത്. ശങ്കരട്ട് മാത്രമല്ല ഗൗരിക്കിട്ടും അവനുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കണമെന്ന് പറയാണ്. പിന്നീട് തന്റെ മനസ്സിലുള്ള ഐഡിയകളെല്ലാം നവീന ധ്രുവനോട് പറയാ. പിന്നീട് ആ കൂടെ വന്നേ അതാരാന്നറിയത്തില്ല, നമ്മൾ പുതിയതായിട്ട് കാണുന്ന ഒരു ആളാട്ടോ. അപ്പൊ അവരോട് പറഞ്ഞു, പറയുന്ന പോലെ ചെയ്യുവാണെങ്കിൽ നിനക്ക് പറയുന്ന പൈസ ഞങ്ങൾ തരും. അങ്ങനെ അവരുടെ മനസ്സിലുള്ള പ്ലാനുകളൊക്കെ പരസ്പരം അവര് ചർച്ച ചെയ്യുവാണ്. പക്ഷെ എന്താണെന്നൊന്നും അത് വ്യക്തമായിട്ട് പറയണില്ല. അപ്പൊ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോ അറിയാം അവരെന്ത് പ്ലാനാ തയ്യാറാക്കണെന്ന്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഗൗരിനെ ശങ്കരനെ തകർക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ധ്രുവനും നവീനും കൂടെ ചേർന്ന് തയ്യാറാക്കുന്നത്. പിന്നീട് അയാളെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് ധ്രുവൻ പറഞ്ഞു, നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആണെങ്കിൽ ഇതോടുകൂടി ശങ്കറിന്റെ കാര്യത്തിലൊരു തീരുമാനവും, ശങ്കറിന് മാത്രമല്ല ഗൗരിയുടെ രണ്ടെണ്ണത്തിന്റെ അഹങ്കാരം കുറയും. എന്നെ അമ്മാതിരിയല്ലേ എടുത്തിട്ടിടിച്ച് അതിനെനിക്ക് പകരം ചോദിക്കേണ്ടതെന്ന് ചോദിക്കണം. ഈ സമയം നവീൻ പറഞ്ഞു, പിന്നെ മച്ചാനെ അടിച്ചാൽ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? അവരിട്ടൊരു പണി, ഇത് നല്ലൊരു പണി തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ഗൗരി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല, സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല തനിക്ക് വീണ്ടും പഠിക്കാൻ പറ്റുമെന്നും, അതും വക്കീലായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു മനസ്സിലെ വക്കീലാവാൻ പഠിക്കാന്നുള്ളത്, ഒരു വക്കീലാന്നുള്ളത് അച്ഛന്റെ സ്വപ്നങ്ങളും കൂടെ ആയിരുന്നു. അപ്പൊ ആ ആഗ്രഹം സഫലമാകാൻ പോവുകയാണ്. നനച്ചിരിക്കാത്ത സമയത്താണ് ശങ്കർ തനിക്ക് ഇങ്ങനെ ഒരു ഓഫറുമായിട്ട് വന്നത്. എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ഗൗരിക്ക് പിന്നീട് ഉണ്ടായിരുന്നേ. ഈ സമയത്താണെങ്കിലോ കമല നല്ല കട്ട കലിപ്പിലാണ്. കമലയ്ക്കാണ് ശേഖർ വീണ്ടും വീട്ടിലേക്ക് വന്നോ പോലും ഇഷ്ടപ്പെട്ടില്ല. കമലയ്ക്കറിയാം ഇവൻ വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കത്തില്ല, മിക്കവാറും തനിക്കിട്ട് എന്തേലും പണിയായിട്ടേ വരത്തുള്ളൂ. കാരണം കിട്ടി അവസരം എന്തെങ്കിലും ഒത്തു കിട്ടുവാണെങ്കിൽ കമലയുടെ മേലെ കൈ വെക്കാനോ മുതിരില്ല. പക്ഷെ കമല മുമ്പത്തെ കമലയല്ല, കൈ നേർക്ക് ചൂണ്ടിട്ടുണ്ടെങ്കിൽ ആ കൈ തല്ലി ഓടിക്കാൻ പാകത്തിനാ കമല നിൽക്കുന്നത്. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോൾ ശേഖർ മുറിയിലേക്ക് വരുവാണ്. മുറിയിലേക്ക് വന്നിട്ട് കമല അവിടെ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ കമലയോട് പറഞ്ഞു, എന്താ അഹങ്കാരത്തിലടി കയറി ഇരിക്കുന്നുണ്ടല്ലേ, അവൾക്ക് വട്ടാണ് പോലും എന്നും പറഞ്ഞിട്ട് കമലേനെ വെറുതെ പ്രകോപിപ്പിക്കുകയാണ്. കമല കുറെ സമയം ഉണ്ടായിരുന്നു. പിന്നെ കമല ഇങ്ങോട്ട് ചാടി ഇങ്ങ് എഴുന്നേറ്റു. അത് വെറും ഒരു എഴുന്നേക്കലായിരുന്നില്ല, കമലയുടെ നല്ല ഒന്നാമത്തെ ഒരു തോക്കും ഉണ്ടായിരുന്നു. കമല അങ്ങ് തോക്ക് ചൂണ്ടങ്ങ് ചെന്നങ്ങോട്ട്, നീ എന്താടാ വിചാരിച്ചേ? ഞാൻ എല്ലാം കേട്ടു മിണ്ടായിരിക്കുന്നോ? അതൊക്കെ പണ്ട്. എടാ ചേരാ, ഇത് കമലയാടാ, ഇത് കമല. നിനക്കറിയാവോ എന്റെ എത്ര കുഞ്ഞുങ്ങളെടാ നശിപ്പിച്ച? 5 കുഞ്ഞുങ്ങളാ നീ ഇല്ലാതാക്കിയത്. എന്നിട്ട് വലിയ വർത്താനം പറഞ്ഞ് വന്നിരിക്കുന്നു. ഇന്ന് നിന്നെ ഞാൻ ചുട്ടു കളയൂടാന്ന് പറയണം. ഇതേ കമലെ, വേണ്ട, ഇത് തോക്കാന്ന് പറയാം. എടാ തോക്കാന്നറിയാവുന്നതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. അതെ, നിന്നെ തല്ലി കൊന്നപ്പോലും ആരും ചോദിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, എനിക്ക് ഭ്രാന്തല്ലേ. ഭ്രാന്തുള്ളവർ ചെയ്തിട്ടുണ്ടെങ്കിലേ ഒരു കുഴപ്പമില്ലെന്ന് പറയാം. ഇതേ കമല, കളിക്കരുത് തോക്ക് വെച്ച. കളിച്ചാ നീ എന്ത് ചെയ്യൂടാ? ചോണയുണ്ട എങ്ങനെ നേർക്കൊന്ന് കൈ പൊക്കടാന്ന് പറഞ്ഞോണ്ട് കമല അങ്ങ് നിൽക്കുവാണ്. ഈ സമയം ശേഖർ പേടിച്ചു പറിച്ചു. ഇവള് ചിലപ്പോൾ ഷൂട്ട് ചെയ്യുക തന്നെ ചെയ്യും. ഇതിനു മുമ്പും പലതും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളും. അപ്പൊ അതൊക്കെ ഓർത്ത് ശേഖറിന് പേടിയെ. ഒരു വിത്ത് ശേഖർ ആ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുവാണ്. കമല ഇതങ്ങോട്ട് ചിരിച്ചു. എവിടം വരെ ഓടാനാടാ, ഇനി നീ മുറിയിലേക്ക് വീണ്ടും വരും. വന്നിട്ടുണ്ടെങ്കിൽ നിനക്കിട്ട് ഞാനുള്ള പണി ഞാൻ തരൂന്ന് പറയാണ്. ശേഖരാണെ പുറത്തു പോയിരിക്കുക. കാരണം ശേഖറിന് പേടിയാ ഇനി ആ മുറിയിലേക്ക് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ കമല മിക്കവാറും വീണ്ടും തോക്കെടുക്കും. അതൊക്കെ ഓർത്തിട്ട് ഭയങ്കര ടെൻഷനായി. മുറിയിൽ പോയി കിടക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അവൾക്ക് എപ്പോഴാണ് ഭ്രാന്തിളകണേന്ന് പറയാനും പറ്റില്ല. അതുകൊണ്ട് മുറിയിലേക്ക് പോവാതിരിക്കുന്ന നല്ലതെന്ന് ശേഖർ മനസ്സിൽ വിചാരിച്ചു. ഈ സമയം തങ്കച്ചി മഹാദേവനോട് പറഞ്ഞു, അവൾ ഒരു കാരണവശാലും പഠിക്കരുത്, അവൾക്കിട്ട് പണി കൊടുക്കണമെന്ന് പറയാം. മഹാദേവൻ പറഞ്ഞു, പണി കൊടുക്കാന്ന് പറഞ്ഞാൽ
അവൾ പരീക്ഷ എഴുതി ജയിക്കരുത്, പഠിച്ചാലല്ലേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ, ജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനുള്ള പണി നീ അവൾക്കൂടെ കൊടുത്താൽ മതി. അല്ലിപ്പോ അതിന് എന്താ ചെയ്യുന്നേ? ഒരു കാര്യം ചെയ്യുന്നു, ഇഷ്ടംപോലെ പണിയുണ്ടല്ലോ, അവളെ കൂടെ നന്നായിട്ട് അങ്ങോട്ട് പണി ചെയ്യിച്ചാൽ മതി എന്ന് പറയാം. അവൾ അങ്ങനെ പെട്ടെന്നൊന്നും തകരുന്ന സ്വഭാവമല്ല. കാരണം നമ്മൾ പണി കൊടുത്താലും അവൾ അതൊക്കെ പെട്ടെന്ന് ചെയ്യും. പക്ഷെ അതിലൊന്നും അവളെ വീഴിക്കാൻ പറ്റില്ല എന്ന് പറയാം. അല്ല പിന്നെ എന്താ നിന്റെ പരിപാടി? എന്തായാലും ഒരു പുതിയ പ്ലാൻ കണ്ടെത്തണം. അങ്ങനെ ഒരു ചിന്തയൊക്കെ കമലയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. കമലയുടെ അല്ല, തങ്കച്ചിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയം വേലക്കാരി ഉണ്ടായിരുന്നു അവിടെ. വേലക്കാരി പണികളൊക്കെ തീർന്നെന്ന് ചോദിക്കുക. ഇല്ല കൊച്ചമ്മ, കുറച്ച് ജോലികൾ കൊണ്ടാണ്. അതെ, ആ ജോലികളൊക്കെ അവിടെ ഇട്ടേരെ, അതൊക്കെ ഗൗരി വന്നിട്ട് ചെയ്തോളും എന്ന് പറയാം. അല്ല ഗൗരിക്കുഞ്ഞ് അവള് വന്നിട്ട് ചെയ്തോളും എന്ന് പറഞ്ഞാൽ ചെയ്തോളും. ഈ സമയത്താണ് ഗൗരി അടുക്കളയിലേക്ക് വരുന്നത്. ഗൗരിയോട് തങ്കച്ചി പറഞ്ഞു, അതെ ഇവിടെ കുറച്ച് പണികളുണ്ട്, കറിയൊക്കെ ഉണ്ടാക്കാനുണ്ട്, ഉണ്ടാക്കാൻ പറയാണ്. ഇത് കേട്ടപ്പോൾ ഗൗരി പറഞ്ഞു, അല്ല സാധാരണ ഗതിയിൽ ഇവിടെ ഇവിടുത്തെ വേലക്കാരിയും കൂടെ കൂടുന്നല്ലേ, പിന്നെ ഞാൻ തന്നെ ചെയ്യണമെന്ന് എന്നാ നിർബന്ധം ചോദിക്കണം. തന്നെ ചെയ്യണമെന്നോ? ഇവിടുത്തെ ജോലികളൊക്കെ പിന്നെ ആരാ? കമലയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവളുടെ കൂടെ കൂടി ജോലികൾ ചെയ്യുക. ഇവൾക്ക് വേറെ കുറെ പണികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് അവൾക്ക് ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്യുക. അടുക്കള ജോലികൾ നീ നോക്കാൻ പറയാണ്. അത് പറഞ്ഞു ഗൗരി പറഞ്ഞു, അതെ ഞാൻ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലമ്മേ, എനിക്ക് പഠിക്കാനുണ്ട്, അറിയാലോ എന്നെ കൊണ്ട് ക്ലാസ്സിന് ചേർത്തിരിക്കുക. അത് ശങ്കറിന് പൈസ ഇല്ലാഞ്ഞിട്ട് ശങ്കർ കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കി എന്നെ പഠിക്കാൻ വിടുന്നതെന്ന് പറഞ്ഞു. ഓഹോ അങ്ങനെയാണോ? നിനക്കൊരു വിചാരം ഉണ്ടായിരിക്കും ചാരങ്ങാട്ട് വീട്ടിലെ പണം കൊണ്ട് നിനക്ക് പഠിച്ചങ്ങോട്ട് വക്കീലാന്ന്. അതൊക്കെ വെറുതെ നിന്റെ ധാരണ മാത്രമാണെന്ന് പറയാണ്. പിന്നെ അല്ലല്ലോ, അങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ലമ്മേ കോച്ചിങ് സെന്ററിലേക്ക് പോയത്. ശങ്കർ എനിക്ക് വേണ്ടി കഷ്ടപ്പെടും, എന്നെ വക്കീലാക്കാനായിട്ടേ ശങ്കർ പൈസ ഉണ്ടാക്കിക്കോളും. അല്ലാതെ ചാരങ്ങാട്ട് വീട്ടില് ഒരു സ്വത്ത് കൊടുത്ത് എന്നെ വക്കീലാകാൻ ആരും പഠിപ്പിക്കില്ല എന്ന് പറയാം. ഇത് കേട്ടാൽ തങ്കച്ചിക്ക് മുഖത്തടിയേറ്റല്ലേ ഇപ്പൊ. ഓഹോ അത്രയ്ക്ക് അഹങ്കാരോ? അവൻ എന്ത് പണിക്കായിരിക്കും പോലും പോകുന്നേ? എന്ത് പണി ചെയ്തിട്ടാണ് ശങ്കർ എന്റെ കാര്യം നോക്കിക്കോളും, ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാണ്. തങ്കച്ചിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. തങ്കച്ചി കാലി തുള്ളി അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. ഈ സമയം ഗംഗ എന്ത് ചെയ്യാണ്? മുറിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ശങ്കുവിന് തന്നോട് പ്രണയം ഉണ്ടായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ അവന് ഗൗരിയോട് കാണിക്കുന്ന സ്നേഹമൊക്കെ കാണുമ്പോൾ ഇപ്പൊ ശരിക്കും അസൂയ തോന്നുന്നുണ്ട്. ഒരു പക്ഷേങ്കിൽ അവന് തന്നെ ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ, താൻ അവൻ്റെ ഭാര്യ ആയിരുന്നെങ്കിൽ എന്ത് രസം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടും കൂടിയില്ല. പക്ഷെ ആ എഴുത്തൊക്കെ കണ്ടതിന് ശേഷം മനസ്സിൽ എവിടെയോ ഒരു കുളത്തിൽപ്പിടുത്തം. ഇനിയിപ്പം ഗൗരിയോടുള്ള സ്നേഹം അഭിനയമായിരിക്കും. പക്ഷെ അവളെ പഠിപ്പിക്കാനൊക്കെ വിടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അഭിനയം ആകാനും വഴിയില്ല. ഓർത്തിട്ട് ഗംഗയ്ക്ക് ഒരു എത്തും പിടിയും കിടുന്നില്ല. പക്ഷെ ഇതെങ്ങനെ അറിയണേ? സത്യമാണോന്ന് അറിയണം. അവൻ്റെ മനസ്സിൽ തന്നോട് ശരിക്കും ഇഷ്ടമുണ്ടോന്ന്. അത് പക്ഷെ അറിയാൻ എന്താ ഒരു വഴി? എങ്ങനെയാലും അത് കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ തനിക്ക് ശങ്കറിനെ സ്വന്തമാക്കണം. അങ്ങനെ ഒരു ചിന്തയൊക്കെ ഗംഗയുടെ ഉള്ളിലുണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതിനെ തിരി കൊടുത്ത് വിട്ടാരും വേറെ ആരുമില്ല, തങ്കച്ചിയാണ് ഓരോന്നും പറഞ്ഞു കൊടുത്ത് ഗംഗയുടെ മനസ്സിനെ മാറ്റിവിട്ടത്. ശങ്കറിന് നിന്നോട് ഇഷ്ടമുണ്ട്, നിന്നെ മാത്രം പ്രണയിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇല്ലാത്ത ഒരു പ്രണയം അങ്ങനെ ഗംഗയുടെ മനസ്സിലുണ്ടാവുകയാണ് ശങ്കറിനെ കുറിച്ച്. ശങ്കറിന്റെ സ്ത്രീകളോടുള്ള ബഹുമാനമൊക്കെ കാണുമ്പോൾ ഒരാരാധനയൊക്കെ തോന്നി തുടങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം. ഇനിയിപ്പം കമല എന്തൊക്കെ ചെയ്ത് കൂട്ടുമെന്നുള്ളത് ഒരു കാര്യം ഉറപ്പാ, ശേഖരൻ ടെട്ടിന്റെ പണിയാ വരാൻ പോകുന്നത്. അത് മാത്രമല്ല ചേട്ടൻ്റെ മാത്രമല്ല തങ്കച്ചിക്കിനും മഹാദേവനായിട്ടും പണി കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.